കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ള കാര്യങ്ങൾ. നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. അവിടെ ചാലിയത്ത് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ടിലുണ്ടായിരുന്ന 17 പേരെയും രക്ഷപ്പെടുത്തി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബെൻസൺ വിവരങ്ങളുമായി ചേർന്നു. ബെൻസൺ, എല്ലാവരെയും സേഫായിട്ട് കരക്കെത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ആശ്വാസകരം. അതെ സേതുലക്ഷ്മി, ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിനായി ചാലിയത്തിൽ നിന്നും പുറപ്പെട്ട മത്സ്യബന്ധന ബോട്ടാണ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് കടലിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ബോട്ടിൽ 17 മത്സ്യത്തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എഞ്ചിൻ തകരാറിനെ തുടർന്ന് മത്സ്യബന്ധന ബോട്ട് കടലിൽ കുടുങ്ങുകയും വലിയ തിരമാല ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ ആ ബോട്ടിന് അനങ്ങാൻ പറ്റാതായതോടുകൂടി ബോട്ട് തിരമാലയിൽപ്പെട്ട് പുറകോട്ട് വരികയും ചെയ്യുന്ന, നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ രക്ഷിക്കാൻ കടലിലേക്ക് മറ്റ് ബോട്ടുകൾക്ക് അടുക്കാൻ കഴിയാത്ത സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നീട് മറ്റ് മത്സ്യത്തൊഴിലാളികൾ ഇടപെട്ടാണ് ഈ 17 പേരെയും ബോട്ടിൽ നിന്നും രക്ഷപ്പെടുന്നത്. നമുക്ക് ലഭിച്ച പല ദൃശ്യങ്ങളിലും ഈ ബോട്ടിൽ നിന്നും കയർ കെട്ടി കടലിലേക്ക് ചാടി നീന്തി രക്ഷപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളുണ്ട്, നമുക്കതിൽ കാണാൻ സാധിക്കും. അങ്ങനെ സാഹസികമായിട്ടാണ് ആ തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. അതിൽ ചിലർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയ എല്ലാവരെയും തന്നെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സേതുലക്ഷ്മി, ബെൻസൺ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മഴ നിലവിലെ സാഹചര്യമാണ്. ഇവിടെ കൂടരഞ്ഞിയിൽ ഉറുമി ഡാമിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്നതായും പ്രദേശത്ത് മഴ തുടരുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ വരുന്നുണ്ടല്ലോ. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ബെൻസൺ, ഒരു സാഹചര്യം എന്താണ്? ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. അതെ സേതുലക്ഷ്മി, ഇത് കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ ഉറുമി എന്ന് പറയുന്ന ഡാമാണ്. അവിടെ ഒരു ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഡാമാണ്. ആ ഡാമിന് മുകളിലൂടെ വെള്ളം കയറി ഒഴുകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ആ മേഖലയിൽ മലയോര പ്രദേശമാണ്. അവിടെ വനത്തിനുള്ളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ പുഴയിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള വെള്ളം വരുന്നത്. അതിന്റെ തൊട്ട് കരപ്രദേശത്തെല്ലാം തന്നെ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ മേഖലയിലെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഇതിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് താമരശ്ശേരി, മുക്കം, കൂടരഞ്ഞി അടക്കമുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും പാലത്തിന് മുകളിലൂടെ വെള്ളം കയറി ഒഴുകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ചെറിയ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ആളുകളുടെ ജീവനെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ അപകടമായി മാറിയിട്ടില്ല എങ്കിലും മേഖലയിൽ കനത്ത ജാഗ്രത പുലർത്തുകയാണ് നിലവിൽ ഇപ്പോഴും. അതോടൊപ്പം തന്നെ താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ ചുരം മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തതിനെ തുടർന്ന് ഈങ്ങാപ്പുഴയിലെ പല മേഖലകളിലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം. അവിടെ പയോണ എന്ന് പറയുന്ന പ്രദേശത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ ഇത്തരത്തിൽ സ്ഥിരമായി മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്ന പ്രദേശമാണ്. പക്ഷേ ഇത്തവണ വളരെ അധികം, അല്ലെങ്കിൽ കഴിഞ്ഞ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതലായി വെള്ളം കയറുന്ന സാഹചര്യം, കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയപാത 766 വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് നിലവിൽ ഇപ്പോഴും അവിടെ ഗതാഗത തടസ്സം നേരിടുന്ന സാഹചര്യമാണുള്ളത്. വിലങ്ങാട് മേഖലയിലും മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. വിലങ്ങാട് പുഴയിൽ പാലത്തിന് മുകളിലൂടെ വെള്ളം കയറി ഒഴുകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറ്റ്യാടിയിലും സമാന അവസ്ഥ തന്നെയാണുള്ളത്. അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. ഈ വനത്തിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തതിനാലാണ് ഈ മേഖലയിലെല്ലാം തന്നെ പുഴകളിലൂടെ വലിയ മലവെള്ളപ്പാച്ചിലുള്ളത്. അപ്പോൾ ഈ മേഖലയിലെല്ലാം തന്നെ അതീവ ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തിയിട്ടുള്ളത്. ഈ മഴ പെയ്യുന്ന പ്രദേശത്ത് നിന്നും, അല്ലെങ്കിൽ അതീവ ശക്തമായി മഴ പെയ്യുന്ന ഈ അപകട സാധ്യതയുള്ള പ്രദേശത്തു നിന്നും നിലവിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഇനിയും മഴ വരും മണിക്കൂറുകളിൽ അതിശക്തമാവുകയാണെങ്കിൽ ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും. സേതുലക്ഷ്മി. ഓക്കെ ബെൻസൺ, ശരി. തീക്കോയി തലനാട് കവലപ്പാലത്തിന് സമീപത്ത് രാത്രി ഉണ്ടായ വെള്ളപ്പാച്ചിലിൽ വ്യാപക നാശനഷ്ടമാണ്. തീക്കോയി ഗ്രാമപഞ്ചായത്തിലെ തലനാട് കവലപ്പാലത്തിന് സമീപം രാത്രി 2 മണിയോടെ ഉണ്ടായ ശക്തമായ വെള്ളപ്പാച്ചിലിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ഏകദേശം 50 വീടുകളിൽ വെള്ളം കയറിയതായിട്ടാണ് പ്രാഥമിക വിവരം വരുന്നത്. ഇതിൽ 30 വീടുകളിലെ മുഴുവൻ വീട്ടുപകരണങ്ങളും വെള്ളത്തിൽ ഒഴുകിപ്പോയി. വെള്ളപ്പാച്ചിലിൽ 11 പശുക്കൾ ചത്തതായും റിപ്പോർട്ടുണ്ട്. ദുരിതബാധിതർക്ക് വേണ്ടി നിലവിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തനം തുടരുകയാണ്. സംഭവത്തെ തുടർന്ന് MLAയും ജില്ലാ കളക്ടറും RDOയും തഹസിൽദാരും ഒക്കെ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ദുരിതബാധിതരെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.